കഥകൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട്. ഹസ്ബൻഡിന് ഇങ്ങനത്തെ മേഖല ഒന്നും ഒട്ടും ഇഷ്ടമല്ല. ആളോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്തിട്ടുണ്ട്. പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഉണ്ടായിരുന്നത് ഭയങ്കര ചീത്ത തന്നെയായിരുന്നു. ഞാൻ എന്റെ വീട്ടിൽ പെരുന്നാൾക്ക് നിൽക്കാൻ പോയതായിരുന്നു. ഉപ്പാക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു, ഉപ്പാനെ ചീത്ത പറഞ്ഞു. എന്തിനാണ് നിങ്ങൾ അവളെ സമ്മതിച്ചത്? അവിടെ നിന്നിട്ടല്ലേ ഇത് ചെയ്തത്, നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്തെന്ന് പറഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷത്തിനിടയ്ക്ക് എന്റെ ഉപ്പാനെ ഒരു ചീത്ത പോലും പറയാതെ, അല്ലെങ്കിൽ ഒരു മറുത്തൊരു വാക്ക് പോലും പറയാത്തൊരു വ്യക്തിയായിരുന്നു എന്റെ ഹസ്ബൻഡ്. പക്ഷെ ഈ ഒരു കാര്യത്തിന് വഴക്ക് പറഞ്ഞു. അതേപോലെ തന്നെ എന്റെ ഉമ്മാനോട് സംസാരിച്ചു. കാരണം ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതിൽ ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും, ആണുങ്ങളുടെ സ്വഭാവം. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ല രീതിയിൽ പ്രഷറായിരുന്നു. ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ഒരാഴ്ച എനിക്ക് ഫോൺ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ മിസ് കോൾ അടിച്ചുകൊണ്ടേയിരിക്കും. മിസ്സടിച്ച് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ അത്രയും ആ ഒരാഴ്ച ഞാൻ അനുഭവിച്ച വേദന എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ എന്ന് വിളിക്കുന്ന ആൾ ആ ഒരു സമയത്ത് വിളിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു വേദനയാണ്. എന്റെ പേര് മുസ്തഫ, സ്ഥലം എറവക്കാടാണ്. സാർ പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു പ്രവാസിയായിരുന്നു. 10-12 വർഷത്തോളം UAE ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാസ ജീവിതം നടന്നുകൊണ്ടിരിക്കെ നല്ല സ്വന്തമായൊരു ബിസിനസ് ഉണ്ടായിക്കൊണ്ടിരിക്കെ അതിൽ നിന്നും ഏകദേശം 1 ലക്ഷത്തിന്റെ മേലെയാണ് എല്ലാ മാസവും ഞാൻ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ സ്വന്തം ബിസിനസ്സാണ്. ഞാൻ 6 മാസം UAE നിൽക്കും, 6 മാസം നാട്ടിൽ നിൽക്കും. അങ്ങനെ നിന്ന് വരാറുള്ള ഒരാളാണ്. 5 ദിവസം പോലെ UAE നിന്ന് തിരിച്ചു വന്നിട്ട് അങ്ങനെ ഒക്കെ വന്നിട്ടുണ്ട്. കാരണം എന്റെ ബിസിനസ് ആയതുകൊണ്ട് പാസ്പോർട്ട് നമ്മുടെ കയ്യിലാണ്, എപ്പോ വേണമെങ്കിലും വരാം. നല്ലൊരു ജീവിത അന്തരീക്ഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബിസിനസ് മേഖലയെ കുറിച്ച് എന്റെ വൈഫ് എന്നോട് സൂചിപ്പിച്ചത്, കാരണം എന്ന് വെച്ചാൽ എന്റെ വൈഫിന്റെ ഉമ്മാന്റെ ഫ്രണ്ടാണ് ഈ ഒരു ബിസിനസ് ഈ ഒരു ആശയത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവള് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആശയമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത്തരത്തിന്റെ ഒരു ആവശ്യം ഇപ്പോൾ നമുക്കില്ല. മറ്റു തന്നെ ഞാൻ ഇതേപോലത്തെ പലതും കേട്ടിട്ടുണ്ട്. ഒരിക്കൽ എന്റെ 25,000 രൂപ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു കൊടുത്ത് അത് പോയതാണ്. സാറില്ല 25,000 രൂപയില്. ഇനി ഇത്തരത്തിലുള്ള അതിലേക്കൊന്നും പോണ്ട എന്ന് ഞാൻ പറഞ്ഞു, ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എന്റെ മോൾക്കൊരു വായ്പുണിന്റെ പ്രശ്നം വന്നപ്പോ അതിനുള്ളൊരു മരുന്നുണ്ട് എന്നൊക്കെ അവള് പറഞ്ഞു. അവൾക്ക് നമ്മുടെ ഈ ഒരു ബിസിനസ് മേഖല തന്ന അവരുടെ ഉമ്മാന്റെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള മല്ലിക എന്ന് പറയുന്ന ഇന്ന് NTC ലീഡറാണ്. അവര് ഇതിലിങ്ങനെ വായ്പുണ്ണ് മാറാനുള്ളതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ വൈഫ് സ്വാഭാവികമായും അത് മോൾക്ക് കൊടുക്കാമെന്ന് കരുതി വാങ്ങിയതാണ്. അല്ലാണ്ട് ഈ ഒരു ബിസിനസ് മേഖല ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചു വന്നതല്ല. അപ്പൊ അത് വാങ്ങിച്ചു, അത് കൊടുത്തു. നല്ല മാറ്റം. അന്ന് കൊടുത്തത് ബ്ലഡ് പ്യൂരിഫയർ ആണ് എന്റെ മോൾക്ക് ശരിക്കും കൊടുത്തത്. പിന്നീടാണ് അവൾ പറഞ്ഞത്. അത് കൊടുത്തതിന് ശേഷം ഇപ്പൊ ഏകദേശം 4 വർഷത്തോളമായി ഇതുവരെ ആ പ്രശ്നം ഇല്ല. എന്റെ മോൾക്ക് നന്നായി വായ്പുണ്ടായിരുന്നു. എപ്പോഴും സംസാരിക്കാനൊക്കെ എപ്പോഴും എന്നോട് പറയും. ഞാൻ ഡോക്ടറെ കാണിക്കാനും വൈദ്യരെ കാണിക്കാനും ഒക്കെ പറയാറുണ്ട്. അങ്ങനെ ഇത് കഴിച്ചതിന് ശേഷം എന്റെ മോൾ എന്നോട് പറഞ്ഞു ഉമ്മച്ചി തന്ന മരുന്ന് ഉപയോഗിച്ചപ്പോ എന്റെ വായ്പുണ്ടൊക്കെ നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞു. ഈ ഒരു ബിസിനസ്സിലേക്ക് അവള് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു എന്നുള്ളത് എന്നോട് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നില്ലേ ഇത്തരത്തിലേക്കൊന്നും പോകരുത്. കാരണം ഒരിക്കൽ പ്രൊഡക്റ്റുകൾ കുറെ വാങ്ങിച്ചിട്ട് നമ്മള് പല ആൾക്കും വെറുതെ കൊടുത്തു, അത് കുറെ കുടിച്ചു തീർത്തു, അങ്ങനെ ഒഴിവാക്കിയതാണ്. പിന്നെ എന്തിനാണ് നീ ഇത്രയധികം പൈസ പിന്നെ ചെലവാക്കിയെന്നൊക്കെ പറഞ്ഞ് അവളായിട്ട് വഴക്ക് കൂടി. അതിന്റെ പേരിൽ അവൾ ഇത് ചെയ്ത് അവളുടെ വീട്ടിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപ്പാനും ഉമ്മാനും വിളിച്ചു, നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ, ഒരു വാക്ക് നിങ്ങൾക്ക് പറയാറുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരുമായി ഷൗട്ട് ചെയ്ത് അങ്ങനെ ദേഷ്യത്തോടു കൂടി ഞാൻ ഫോൺ വെച്ചു. പിന്നെ ഒരാഴ്ചത്തേക്ക് പോലും ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല. ഒരു ദേഷ്യം കൂടുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ. അങ്ങനെ ഒരാഴ്ചക്ക് ശേഷമാണ് പിന്നീട് എന്റെ പെങ്ങള് വിളിച്ചിട്ട് അതിൻ്റെ ഇടയിൽ എന്റെ പെങ്ങളോട് ഞാൻ വിളിക്കാത്തതുകൊണ്ട് തന്നെ ആ സങ്കടം ബോധിപ്പിച്ചപ്പോ
എന്റെ പെങ്ങള് റഷീദ ആണ് കക്കാട് STC റാങ്കിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അവരോട് ഈ കാര്യം ഞാൻ വിളിക്കുന്നില്ല എന്നുള്ള സങ്കടം ബോധിപ്പിച്ചപ്പോ എന്താ കാരണം വെച്ചപ്പോ ഇങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു. എന്തൊക്കെ സാധനങ്ങൾ എടുത്തു എന്ന് വെച്ചപ്പോ ഇതിന്റെ സാധനങ്ങളാണ്. അപ്പൊ അതിനെ കുറിച്ചൊന്നും എനിക്കൊന്നും അറിയണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ അത് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവര് ഈ ഒരു മേഖലയിൽ ഐഡിയ അടിച്ചത്. അത് എനിക്ക് എന്നെ ഈ ഒരു വീട്ടിലേക്ക് വിളിക്കാനും വേണ്ടി പറയാനും വേണ്ടിയിട്ടാണ് ഒക്കെയാണ് ഞാൻ ഇതിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവർ ഐഡിയ അടിച്ചത്. അങ്ങനെ എന്നെ വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനൊക്കെ മോള് വിളിച്ചിട്ട് വായ്പ നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ എന്ന് ഞാൻ വീട്ടിലേക്ക് വിളിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇനി ആ സാധനം ആർക്കും കൊടുക്കാനും വേണ്ട, നീ ഉപയോഗിച്ചു തീർത്തോ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കെയാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അന്ന് ഇവിടെ കൊറോണ നടക്കുന്ന സമയമാണ്. 28 ദിവസം ക്വാറന്റൈൻ. ഈ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഒരു വീട്ടിലെ ക്വാറന്റൈൻ ഇരിക്കുകയാണ്. എന്റെ വീട്ടിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ അകലെയാണ് എന്റെ പെങ്ങളുടെ വീടുണ്ട്. അവിടെ ഒറ്റയ്ക്ക് ക്വാറന്റൈനിൽ ഇരിക്കുന്ന സമയത്താണ് വൈഫ് ഒരു വ്യക്തിയുടെ കയ്യില് ഒരു ലേഹം കൊടുത്തയക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു ഹെയർ ഓയിലും ഒരു ഹെർബൽ പേസ്റ്റും ഇത് കൊണ്ടുവന്നു. അങ്ങനെ വരാന്തയിൽ ഉമ്മറത്തെ പുറത്ത് വരാന്തയിൽ അദ്ദേഹം വെച്ചു. അദ്ദേഹം പോയി ഞാൻ തുറന്നെടുത്തു. അങ്ങനെ ഞാനത് കഴിക്കാൻ തുടങ്ങി. ആ ലേഹം ഞാൻ പറഞ്ഞു ഇത് എന്തിനാണ് ഇത് കഴിക്കണം എന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞു ഇത് ഇവിടുത്തെ ഗവൺമെന്റ് ഒക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കൊറോണ വരാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോ ഞാനത് കഴിച്ചു. ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം എന്നിലെ ഒരു ചെറിയൊരു മാറ്റം കാണാൻ തുടങ്ങിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചെറുപ്പം മുതലേ ഈ അലർജീന്റെ പ്രശ്നം, തുമ്മൽ. രാവിലെ നീറ്റാൽ തുമ്മും, ഇങ്ങനെ പൊടി തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര അലർജി. അപ്പൊ ഞാൻ ഒരുപാട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. ഡോക്ടേഴ്സ് പറയുന്നത്, ഞാൻ ഈ വളയംകുളത്തുള്ള ഒരു സന്തോഷ് ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഇതില് നിങ്ങൾ പഠിച്ച ഇതില് ഈ അലർജി പെട്ടെന്ന് മാറി കിട്ടാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വഴി ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ എത്ര കാശ് വേണമെങ്കിലും ചെലവാക്കാം. കാരണം എനിക്കൊരു വ്യക്തിയുടെ മുന്നിൽ സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രയാസം. കാരണം ഏത് സമയത്തും ഇങ്ങനെ മുക്കിൽ വെള്ളം വന്നിട്ടും കണ്ണ് ചുവന്നിരുന്നിട്ടും ഒക്കെ ഉള്ള ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ഗുളിക കഴിക്കുക എന്നുള്ളതല്ലാതെ എന്റെ കയ്യിൽ വേറെ ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് കഴിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനത്തെ എനിക്ക് ഒരു 2 ആഴ്ച ഞാൻ ഇത് കഴിച്ചപ്പോ എനിക്കൊരു നല്ല മാറ്റം തോന്നി. അങ്ങനെ തുടർന്ന് കഴിച്ചതിന്റെ അടിസ്ഥാനത്തില് നല്ല കുറവാണ് ഈ അലർജിയിൽ എനിക്ക് കാണപ്പെട്ടത്. അപ്പോഴാണ് 2 ആഴ്ചക്ക് ശേഷമാണ് ഞാൻ ഇവള് തന്ന ഈ ഒരു ബോട്ടില് ഇതിന്റെ പേര് പോലും നോക്കിയത്. ഇത് എന്താണ് ഇത്ര നല്ലൊരു പ്രൊഡക്റ്റ്, ഇതിലെന്താണ് ഈ അലർജിനെ മാറാനൊക്കെ വേണ്ടി ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചിട്ട്, കാരണം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഗൂഗിളിൽ കയറിയും യൂട്യൂബിൽ കയറിയും ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോഴാണ് ഈ ഒരു ഉൽപ്പന്നം കവചപ്രാഷിന്റെ ഇതിന്റെ ഗുണനിലവാരത്തെ കുറിച്ചും അതിന്റെ ആയുഷ് സർട്ടിഫിക്കറ്റിനെ കുറിച്ചും അതേപോലെ തന്നെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനിയെ കുറിച്ചും പഠിച്ചത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ കമ്പനിയെ കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു കമ്പനിയുടെ ആശയമാണ്. അതിന്റെ ആശയം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾക്ക് നല്ലതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനാണോ. അപ്പൊ ഞാൻ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ കമ്പനിയുടെ സ്ഥാനം എന്താണ് എന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കമ്പനി. ആ കമ്പനിയുടെ ആശയങ്ങളെ കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇതിൽ നോമിനേഷൻ ഫെസിലിറ്റിയെ കുറിച്ച് പഠിച്ചത്. നോമിനേഷൻ ഫെസിലിറ്റിയെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ എത്ര നല്ല വരുമാനമുള്ള ആളുകളായിക്കോട്ടെ, ഏത് സമയത്താണ് നമ്മുടെ മനസ്സെത്തുന്നിടത്തേക്ക് നമ്മുടെ ശരീരം എത്താതെ വരുന്ന ഒരു അവസ്ഥ വന്നാൽ നമ്മുടെ വരുമാനം നിലയ്ക്കും എന്ന ഒരു തിരിച്ചറിവാണ് ഈ ഒരു മേഖലയിലേക്ക് എന്നെ ആകർഷിച്ചത്. അങ്ങനെ ഞാൻ ഗൾഫിൽ നിന്നും ക്യാൻസലാക്കി വരുന്ന സമയത്ത് എന്റെ ജ്യേഷ്ഠൻ അന്നുള്ളത് ദുബായ് ഗവൺമെന്റ് സർക്കുലേഷൻ ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസറാണ്. അദ്ദേഹത്തിന് 1,15,000 രൂപ അന്ന് സാലറി കൊടുക്കുന്നത്. ഞാൻ ക്യാൻസലാക്കി വരുന്ന വിവരം എന്റെ കുടുംബത്തിൽ എന്റെ വൈഫിനും അദ്ദേഹത്തിനും മാത്രമേ അറിയൂ. അങ്ങനെ ഞാൻ വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഞാനും വരാം, നമുക്ക് 2 പേർക്ക് ഒരുമിച്ച് ചെയ്താൽ എന്താ എന്ന ഒരു ആശയം അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നീ വരണ്ട, നിന്റെ ഗവൺമെന്റ് ജോലിയാണ്, എനിക്ക് ഈ ബിസിനസ് എപ്പോ വേണമെങ്കിലും തുടങ്ങാം. പക്ഷെ നിന്റെ ഈ ഒരു ജോലി എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടാൽ അതിന് തിരിച്ചു കിട്ടാൻ പ്രയാസം. അപ്പൊ അദ്ദേഹം എന്നോട് വെച്ചത്, നീ പോയി നോക്ക്,
നമ്മൾക്ക് ഇവിടുത്തെ വരുമാനമൊക്കെ അവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞപ്പോ ആയിക്കോട്ടെ ഞാൻ പോയിട്ട് വിവരം പറയാം നോക്കട്ടെ. അങ്ങനെ ഏകദേശം ഒരു 9 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. ഒരാഴ്ചയിൽ ഒരു 23,500 രൂപ അക്കൗണ്ടിലേക്ക് വന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ അവിടെ എടുക്കുന്ന ജോലി ഉണ്ടല്ലോ അതിന്റെ പകുതി ഇവിടെ എടുക്കാൻ നമ്മൾ തയ്യാറായ നമുക്ക് ഈ ഒരു മേഖലയുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്ന് 100% എനിക്ക് ഉറപ്പാണ്. ഇതെനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വന്ന വരുമാനമാണ്. ഇതിനെ നിലനിർത്തുക, അതിലൂടെ അത് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അദ്ദേഹം ഇത് കേട്ടപ്പോ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു. അദ്ദേഹം ആ ജോലി ക്യാൻസൽ ചെയ്തു തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ കമ്പനി പോലും വിടുന്നില്ല. കമ്പനി എന്ത് വേണമെങ്കിലും തരാം, സാലറി കൂട്ടിത്തരാം എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അതൊക്കെ നിരസിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഒരു മേഖല ഏറ്റെടുത്തു. ഇന്ന് SSC എന്ന റാങ്കില് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ പെങ്ങളും എന്റെ ജ്യേഷ്ഠനും ഈ ഒരു മേഖലയിൽ ഇന്ന് SSC റാങ്കിലാണ്. എന്റെ കുടുംബത്തിൽ നിന്നും പല ആളുകളും ഇന്ന് പല റാങ്കുകളിൽ പ്രവർത്തിക്കുന്നു. നല്ലത് കിട്ടുമ്പോൾ ആദ്യം വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് കടന്നു വന്ന് പ്രവർത്തനം ആരംഭിച്ചത്. തുടക്ക സമയത്ത് ഈ ഒരു മേഖല ഞാൻ കരുതിയത് എല്ലാവരും പെട്ടെന്ന് പറഞ്ഞാൽ ഇത് ഉൾക്കൊള്ളും എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഈ ഒരു ആശയത്തെ കുറിച്ച് എന്റെ വേണ്ടപ്പെട്ടവരോടൊക്കെ പറഞ്ഞപ്പോ പല ആളും റിജക്ട് ചെയ്യുകയാണ്, എന്നെ കളിയാക്കുകയാണ് ചെയ്തത്. ഇത് നീ ഇപ്പൊ അറിയുന്നുള്ളൂ, ഇതേപോലെ എത്രയോ ആളുടെ പൈസ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ആദ്യം ആശങ്ക വന്നു മനസ്സിൽ. എന്റെ ജോലിയും പോയി, ഇത് എന്നെ കൊണ്ട് നടക്കോ എന്നൊക്കെ. ഞാൻ തിരിച്ചു പോവാണ്. വൈഫിനോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എന്റെ പാസ്പോർട്ട് അവളുടെ കയ്യിലാണ് എടുത്തുവെച്ചിരിക്കുകയാണ്. അപ്പൊ എന്റെ പാസ്പോർട്ട് ഞാൻ പോവാണ്, 6 മാസമായ ഞാൻ പോവും എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നീടാണ് ഇത് മെല്ലെ ഇത് ഇങ്ങനെ ഓരോ ആളുകളും ഈ ഒരു മേഖലയിലേക്ക് പെങ്ങൾ വന്നു. അതേപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് എന്റെ ജ്യേഷ്ഠന്റെ വൈഫ് ഇത്താ വന്നു. ഇന്ന് SSC എന്ന റാങ്കിൽ പ്രവർത്തിക്കുകയാണ്. പെങ്ങളുടെ മക്കള് വന്നു. അങ്ങനെ പല ആളുകളും ഇതിനെ ഏറ്റെടുക്കാൻ തുടങ്ങി. നമ്മൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ പല ആളുകളും ഈ ഒരു മേഖലയിൽ വരുന്നുണ്ട്. പക്ഷെ അവർ നിലനിൽക്കാതെ പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ ഒരു കമ്പനിക്ക് ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിന്റെ അകത്ത് ഒരു റൂട്ട് മാപ്പ് ഉണ്ട്. ഈ റൂട്ട് മാപ്പ് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല ആളുകളും ഈ ഒരു മേഖലയിൽ നിന്നും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ കമ്പനിക്ക് പ്ലാൻ ഉണ്ട്. ആ പ്ലാനിന്റെ അകത്തൊരു റൂട്ട് മാപ്പ് ഉണ്ട്. ആ റൂട്ട് മാപ്പ് തിരിഞ്ഞാൽ മാത്രമേ ഈ ഒരു മേഖലയിൽ ആളുകൾ നിലനിൽക്കൂ. ആ റൂട്ട് മാപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1ാമത്തെ വർഷം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ബോധ്യമുണ്ടാവലാണ് ഈ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. ഇന്ന് വന്ന് നാളെ പണക്കാരനാകുന്ന ഒരു ബിസിനസ് അല്ല ഇത്. കൈ നനയാതെ മീൻ പിടിക്കാം എന്ന് ചിന്തിക്കുന്നവരുടെ ബിസിനസ് അല്ല ഇത്. ഇവിടെ 1ാമത്തെ വർഷം നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ റീറ്റെയിൽ ചെയ്യുക എന്നത്. ഞാൻ റീറ്റെയിൽ ചെയ്തിരുന്നു. ഞാൻ റീറ്റെയിലിന് വേണ്ടി ഇറങ്ങിയിരുന്നു. ഞാൻ പല വീടുകളിൽ കയറുന്നു. എനിക്ക് ചിന്തിച്ചുകൂടെ, എനിക്ക് ലക്ഷങ്ങൾ വരുമാനമുള്ള ഞാൻ എന്തിന് ഇങ്ങനെ ഈ സോപ്പും പേസ്റ്റും വെക്കാൻ നടക്കണം? ഞാൻ അവിടെ ചിന്തിച്ചത്, ഞാനെന്നൊരു വ്യക്തി ഈ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. ഇന്ന് ഞാൻ നിൽക്കുമ്പോൾ 2 കോടിക്ക് മേലെ ടേൺ ഓവർ കൊടുത്തുകൊണ്ട് ഏകദേശം RTCയുടെ വക്കത്ത് നിൽക്കുന്നു. ഞാൻ ചിന്തിച്ചത്, ഞാനൊരു കവചപ്രാശം എന്ന ഉൽപ്പന്നം കഴിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മേഖലയെ തെരഞ്ഞെടുത്തത് എന്ന തിരിച്ചറിവും ബോധവും ഉള്ളത് കൊണ്ടാണ് എന്നിൽ നിന്നും ഒരു കവചപ്രാശമോ ഒരു ഹെർബൽ പേസ്റ്റോ വാങ്ങിച്ചുപയോഗിച്ച വ്യക്തി ഒരു ബിസിനസ് മൈൻഡ് സെറ്റോട് കൂടി ഇതിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ കടന്നു വരും എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ റീറ്റെയിലിന് ഇറങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബിസിനസിന്റെ തുടക്കം കുറിച്ചത്. അവിടെ നിന്നും 1ാമത്തെ വർഷം എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ പഠിച്ചത് 1ാമത്തെ വർഷം നല്ല രീതിയിൽ റീറ്റെയിൽ ചെയ്യുക. അത് മാത്രമല്ല, 1ാമത്തെ വർഷത്തിനുള്ളിൽ ഈ പ്ലാൻ പറയാൻ പഠിക്കും.
നിങ്ങളിൽ എത്ര ആൾക്ക് കൃത്യമായി ഈ ഒരു ബിസിനസിന്റെ പ്ലാൻ അറിയും? ഇതിന്റെ വരുമാന സോഴ്സ് കിട്ടുന്ന പ്ലാൻ അറിയും. ഇതിന്റെ വരുമാന സോഴ്സ് കിട്ടുന്ന പ്ലാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരാളും ഈ ഒരു മേഖലയിൽ പോവില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്ലാൻ പഠിക്കണം ഒന്നാമത്തെ വർഷം. അതേപോലെ തന്നെ ആ ഒരു വർഷം തന്നെ നമ്മൾ സെയിൽസ് ക്ലോസ്, ആ പ്ലാനിങ് പഠിച്ച് സെയിൽസ് ക്ലോസ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു വർഷത്തിനുള്ളിൽ കടന്നു വരും. നിങ്ങൾ 1 വർഷമായവരില്ലേ, 2 വർഷമായവരില്ലേ, എത്ര പേർക്ക് നിങ്ങൾ പ്ലാൻ സ്വന്തമായി കൊടുക്കുന്നുണ്ട്? നമ്മളെ പരാജയത്തിനുള്ള കാരണം നമ്മൾ തന്നെയാണ്. അതൊരിക്കലും അപ്ലൈൻ അല്ല, ഇതൊരു അപ്ലൈന്റെ ബിസിനസ് അല്ല എന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ വർഷം നിങ്ങൾ 1 വർഷം ഇതിൽ കണ്ടിരുന്നിക്കണം, 2-3 മാസം കൊണ്ട് ഇതിരുന്ന് വാരിയെടുക്കാമെന്നല്ല ചിന്തിക്കേണ്ടത്. ഒന്നാമത്തെ വർഷം ഞാൻ ചെയ്യേണ്ടത് നല്ല രീതിയിൽ റീറ്റെയിൽ ചെയ്യണം, അതേപോലെ തന്നെ നമ്മുടെ പ്ലാൻ പഠിക്കണം, അതേപോലെ തന്നെ ആ പ്ലാൻ പറഞ്ഞു കൊടുത്ത് സെയിൽസ് ക്ലോസ് ചെയ്ത് കൊണ്ടുവരാൻ ഈ ഒന്നാമത്തെ വർഷം നമ്മൾ ചെയ്യണം. എങ്കിൽ 2ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നാൽ ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കണം. മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. നമ്മുടെ കൂടെ ആ 1 വർഷത്തിനുള്ളിൽ കുറച്ച് ആളുകൾ വരും. ആ ആളുകളെ എങ്ങനെ മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് ഈ 1 വർഷം കൊണ്ട് നമ്മൾ പഠിക്കണം. 2ാമത്തെ വർഷത്തിൽ നമ്മൾ ചെയ്യേണ്ടത് കൂടെ വന്നവരെ മാനേജ്മെന്റ് ചെയ്യാൻ, എങ്ങനെ കമ്മ്യൂണിക്കേഷൻ കൂട്ടുക, കൂടെയുള്ളവരെ വിളിക്കുക. നിങ്ങൾ എത്ര പേരെ നിങ്ങളുടെ ഐഡിക്ക് താഴെ വന്നവരെ വിളിക്കുന്നുണ്ട്? അവരെ വിളിക്കുക. വെറും ബിസിനസ്സിന് മാത്രമായിട്ടല്ല, അവരുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക, ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കണം. എപ്പോഴും ബിസിനസിന്റെ കാര്യം പറയുന്നതിനിടക്ക് നിങ്ങളുടെ വീട്ടിലെ അവസ്ഥകളെ കുറിച്ചും അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ചും അവരുടെ സന്തോഷത്തിൽ ഒരുമിച്ച് സന്തോഷിക്കുവാനും അവരുടെ ദുഃഖത്തിൽ അവരെ സമാധാനിപ്പിക്കുവാനും നമ്മൾ നിൽക്കണം. നമ്മൾ വെറും ബിസിനസിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിനോട് ഉപരി അവരുമായി അവരുടെ മറ്റുള്ള പ്രയാസങ്ങളിൽ ഇടപെടുകയും അവരെ സമാധാനിപ്പിക്കുകയും അവരുമായി ഒരു ആത്മബന്ധവും ഉണ്ടാക്കിയെടുത്താൽ ആ വ്യക്തി ഒരിക്കലും ഈ ബിസിനസ്സിന് പോകില്ല. നമ്മളോടുള്ള ആ ബന്ധം കാരണം ബന്ധം ഉണ്ടാക്കിയെടുക്കണം. നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണം. അങ്ങനെ മാത്രമല്ല ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തിയായി മാറണം. ഇത് വളരെ ഇമ്പോർട്ടന്റ്. എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തിയായി മാറണം. നിങ്ങളിൽ എത്ര പേര് നമ്മുടെ കൂടെ വന്ന വ്യക്തികളെ നല്ല ഉത്തരവാദിത്വത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്? നിങ്ങൾ എത്ര പേർക്ക് നമ്മുടെ കൂടെ വന്നവരെ വിളിക്കുന്നുണ്ട്? ഒരു പ്രൊഡക്റ്റ് എടുത്ത് നമ്മൾ നമ്മുടെ അസോസിയേറ്റിനെ എത്തിക്കുന്നുണ്ടോ? ഇന്ന് പല ആർടിസിമാരും STCമാരും NTCമാരുമാണ് ഈ പ്രൊഡക്റ്റ് ചുമന്നുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. ഇല്ലേ? ചോദിച്ചാലും ഞാൻ ചോദിച്ച പറയും, ഉണ്ട് എന്ന് പറയും ഇതിലുള്ളത്. കാരണം ഇതിലേക്ക് വന്ന് 1 വർഷമായിട്ടും വീട്ടിലിരുന്നു കൊണ്ട് വരുമാനം പഠിക്കുന്നവരില്ലേ ഇതിന്? എവിടെയാണ് കമ്മിറ്റ്മെന്റ് ഉള്ളത്? അപ്പൊ വെറുതെ ഇരുന്ന് വരുമാനം മേടിക്കുക എന്ന് ചിന്തിക്കുന്നതിലുപരി, കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് ചിന്തിക്കുന്നതിലുപരി എന്റെ കൂടെ വന്നവരുടെ ഉള്ള ഉത്തരവാദിത്വം നമ്മൾ നിലനിർത്തണം. നമ്മൾ കൂടെ വന്നവരെ വിളിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും അതേപോലെ തന്നെ അവർക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കാൻ നമ്മളൊന്ന് പുറത്തിറങ്ങുകയും വേണം. കാരണം വരുമാനം കിട്ടുമെന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും എണീക്കാൻ തയ്യാറല്ല പല ആളുകളും. അപ്പൊ ഇങ്ങനെ നമ്മൾ കമ്മിറ്റ്മെന്റ് ഉള്ളവരായി മാറണം. അങ്ങനെയാണെങ്കിൽ 3ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നാൽ നമ്മുടെ കൂടെ വന്ന ആളുകളെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതില് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. അവരുടെ കൂടെ അവരെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ നിൽക്കണം. അങ്ങനെ കുറച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളെ 3ാമത്തെ വർഷത്തിലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വരുള്ളൂ. അല്ലാണ്ട് 1ാമത്തെ വർഷത്തിൽ തന്നെ നമ്മളെ വിജയിപ്പിക്കാൻ കിടക്കുന്നവർ ഓടി വരുന്നില്ല. കാരണം പല ആളുകൾക്കും ബിസിനസ് കൊടുത്ത്, ഒരുപാട് ആളുകൾക്ക് ബിസിനസ് കൊടുത്ത് അവരാരും ഈ ബിസിനസ് ഏറ്റെടുക്കാതെ നമ്മൾ ഡൗൺ ആയി പോകും പല ആളുകളും. പക്ഷെ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത്, ഒരു കരിങ്കല്ല് പണിക്കാരൻ ആ കരിങ്കല്ല് പൊട്ടാൻ വേണ്ടി ഒരു ചുറ്റിക കൊണ്ട് 99 പ്രാവശ്യം അടിച്ചിട്ടും ആ കരിങ്കല്ല് പൊട്ടിയില്ല. 100ാമത്തെ അടിക്കാണ് ആ കരിങ്കല്ല് പൊട്ടിയതെങ്കിൽ ആ കരിങ്കല്ല് പണിക്കാരൻ ഒരിക്കലും സങ്കടപ്പെടില്ല
99 അടിയും വേസ്റ്റായി പോയി എന്ന് ആ കരിങ്കല്ല് പണിക്കാരൻ സങ്കടപ്പെടില്ല. 99 അടിയുടെ ബലം കൊണ്ടാണ് 100ാമത്തെ അടിക്ക് ആ കരിങ്കല്ല് പൊട്ടിയത് എന്നതുപോലെ തന്നെ നമ്മളെ വിജയിപ്പിക്കാൻ ഇരിക്കുന്ന വ്യക്തി ഈ ലോകത്തിന്റെ ഏതൊരു കോണിലുണ്ട്. അദ്ദേഹത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിൽ നിന്നും ഒന്നിൽ നിന്ന് 100ലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന ആ ആളുകളെ നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടി വന്നവരല്ല എന്ന മനോഭാവത്തോടുകൂടി നമ്മൾ പോകണം. അതിന് നമ്മൾ നോ കേൾക്കാൻ തയ്യാറാവണം. നോ എന്ന വാക്കിനെ നമ്മൾ ഇഷ്ടപ്പെടണം. നോ, ഞാനില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് പടച്ചവൻ വിധിച്ചിട്ടില്ല എന്ന മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ പോകണം. അതല്ലാണ്ട് ഒരാൾക്ക് രണ്ടാൾക്ക് ബിസിനസ് കൊടുത്ത് പകുതി കിട്ടേച്ച് പോവില്ല. നിനക്ക് യോഗമില്ല, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിനക്ക് പടച്ചവന്റെ കല ഉണ്ടെങ്കിൽ നീ ഇന്നല്ലെങ്കിൽ നാളെ ഇതിലേക്ക് വരും എന്ന മനോഭാവത്തോടു കൂടി നമ്മൾ അടുത്ത ആളിലേക്ക് പോകണം. അങ്ങനെ 3 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ കൂടെ കുറച്ച് ടീമായിട്ട് വരും. അതില് നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരെ ഐഡന്റിഫൈ ചെയ്യണം. അതേപോലെ തന്നെ സെയിൽസ് ഓരോ വെള്ളിയാഴ്ചയും സെയിൽസ് കയറാനുള്ള കൂടെയുള്ളവരെ വിളിച്ചുകൊണ്ട് വെള്ളിയാഴ്ച പോലും പ്ലാൻ കൊടുക്കാൻ പോവില്ല. വെള്ളിയാഴ്ച ഇരുന്നു കൊണ്ട് ഈ സെയിൽസിനെ ഒരാഴ്ചത്തെ നമ്മൾ കൊടുത്ത ഈ ഒരു ബിസിനസ്സിൽ നിന്നുള്ള സെയിൽസിനെ ക്രോഡീകരിച്ചുകൊണ്ട് അതിനെ ബീവിയാക്കി മാറ്റാൻ വേണ്ടി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ 3ാമത്തെ വർഷം അങ്ങനെ ലീഡർഷിപ്പിൽ ആളുകളെ റാങ്കിലേക്ക് കൊണ്ടുവരാനും അതിലൂടെ നമ്മുടെ റാങ്ക് അപ്ഡേറ്റ് ചെയ്യുവാനും ഈ 3ാമത്തെ വർഷം നമ്മൾ നല്ലൊരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് എത്തും. അവിടെ നിന്ന് 4ാമത്തെ വർഷത്തിലേക്ക് കടന്നാൽ നമ്മൾ ഇത്രയും കാലം ഫീൽഡിലിട്ട് കൊടുത്ത് അധ്വാനിച്ചതിന്റെ ഫലമായി നമുക്ക് ചെറിയ വരുമാനങ്ങൾ വരാൻ തുടങ്ങും. നമ്മുടെ റാങ്കുകൾ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ നല്ല രീതിയിൽ തന്നെ നാലാം വർഷം മുതൽ 5 വർഷം വരെ ആകുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ വരുമാനങ്ങൾ വരാൻ തുടങ്ങും. നമ്മൾ ഫീൽഡിൽ കൊടുത്ത എഫേർട്ടിലുള്ള വരുമാനങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു അസറ്റായി മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു പ്ലാനാണ് MIയുടെ കരിയർ പ്ലാന് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്ലാനിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ മാത്രമേ, മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറും ബിസിനസ് പ്ലാൻ മാത്രം പഠിച്ച് നമ്മൾ പല ആൾക്കും ബിസിനസ് കൊടുത്ത് ടെൻഷനായി വീട്ടിലിരിക്കില്ല. ഈ ഒരു പ്ലാന് ഇത് ഇങ്ങനെയാണ് നടക്കുക, ഇതിന് സമയം 3-4 വർഷം എടുക്കും. അതിൽ ഞാൻ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ ഈ ഒരു മാപ്പ് MI മാപ്പിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാ ആളുകളും ശക്തമായി നിന്ന് പ്രവർത്തിക്കുക. ഈ ഒരു മേഖലയെ കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരാളും ഈ ഒരു മേഖലയിൽ നിന്നും പുറകോട്ട് പോവില്ല. എനിക്ക് കഴിവില്ല എന്ന് കരുതി നിങ്ങൾ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിലുള്ള കഴിവിനെ തേടിപ്പിടിക്കുക എന്നുള്ളതാണ്, ഇല്ലാത്ത കഴിവിനെ തേടിപ്പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറ്. 5% കഴിവ് വെച്ചിട്ടാണ് 95% കഴിവിനെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. എല്ലാവർക്കും ഇവിടെ കഴിവുണ്ട്. അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിയും പാകം ചെയ്തും അങ്ങനെ നമ്മുടെ ലൈഫ്, നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളും നമ്മുടെ ഉള്ളിലുള്ള ഐഡിയകളും എല്ലാം നമ്മൾ 4 ചെമ്മരുകൾക്കുള്ളിൽ നിന്ന് കത്തിത്തീരേണ്ടതല്ല. മറിച്ച് എന്നിലൂടെ ഒരുപാട് ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി തന്നെ ഈ ഒരു ആശയത്തെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. പല ആളുകളും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ വിമർശിച്ചവർക്ക് ദൈവം വിധിച്ചിട്ടില്ല എന്ന് കരുതിക്കൊണ്ട് അടുത്ത ആളുകളിലേക്ക് പോവുക. അങ്ങനെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ആരാണ് ഈ ഒരു മേഖലയെ ചെറിയ കാര്യങ്ങൾ അത് വളരെ അടുക്കും ചിട്ടയോടും കൂടി ദൈനംദിനം ചെയ്യാൻ തയ്യാറാവുന്നു. ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങളല്ല. ആരും മലയിൽ തട്ടി വീഴാറില്ല, എല്ലാവരും ചെറിയ കല്ലിൽ തട്ടിയാണ് വീഴാറുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി ദൈനംദിനം ചെയ്യണം. എപ്പോഴെങ്കിലും ദൈനംദിനം ചെയ്യാൻ തയ്യാറാകുന്ന വ്യക്തികൾക്കാണ് 3-4 വർഷമാകുമ്പോഴേക്കും വലിയ തരത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഈ വലിയ തലത്തിൽ മാറ്റം ഉണ്ടാക്കിയ ലീഡേഴ്സാണ് നമ്മുടെ കൂടെ നടന്നു നീങ്ങിയത്. ഞാൻ ഈ കമ്പനിയിൽ നിന്ന് 2,10,000 കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഒരിക്കലും ഉൾക്കൊണ്ടിട്ടില്ല. ഞാൻ എന്റെ ഈ ഒരു മേഖലയെ കുറിച്ച് പറഞ്ഞത് ഞാൻ എന്റെ NTC ലീഡർ നൗഷാദ് സാറിനോട് ചോദിച്ചതാണ്, ഇതെങ്ങനെ നടക്കും? ഒരു കമ്പനി എങ്ങനെ തരും 2,10,000?
എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൃത്യമായി ഇതിന്റെ പ്ലാൻ പഠിപ്പിച്ചു തന്നു. ഇത് വരച്ചു കാണിച്ചു തന്നു. ഈ കമ്പനി ഇത്ര ലക്ഷത്തിന്റെ ബിസിനസ് നടന്നാൽ മാത്രമേ ഇത്ര ലക്ഷം നമുക്ക് തരേണ്ടതുള്ളൂ എന്നതിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നു. അന്നാണ് ഇതിന്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തത്. അതുകൊണ്ട് ഈ കമ്പനി വരുമാനം വാങ്ങിക്കുന്ന ഇത്ര 2,10,000 വാങ്ങിക്കുന്ന ആളുകൾ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ എനിക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പല ആളുകൾക്കും തമിഴ്നാടും അതേപോലെ തന്നെ ബാംഗ്ലൂരും പല ആളുകളും ഇന്നുണ്ട്. ഇന്ന് ഞാൻ എന്റെ വീട്ടിലിരുന്നാലും വരുമാനം നിലക്കാതെ വരുന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ ഈ ഒരു മേഖലയ്ക്ക് കൊടുത്ത എഫോർട്ടിന്റെ ഫലമായിട്ടാണ്. നഷ്ടപ്പെടാനൊന്നുമില്ല. ആരാണ് ഈ ഒരു മേഖലയെ അതിന്റെ അവസരം നമുക്ക് കിട്ടിയ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു അവസരം അത് ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയത് ആ വ്യക്തികൾക്കാണ് ജീവിതത്തിൽ വലിയ തരത്തിൽ മാറ്റമുണ്ടാക്കാൻ, വിജയമുണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഇതൊരിക്കലും അപ്ലൈന്റെ ബിസിനസ് അല്ല, ഇത് എന്റെ ബിസിനസ്സാണ്. അപ്ലൈനോട് പരാതി പറഞ്ഞ് അപ്ലൈൻ പ്രൊഡക്റ്റ് കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ അപ്ലൈൻ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 1 വർഷം 2 വർഷമായ ആളുകൾ ഇന്നും അപ്ലൈനെ കാത്തിരിക്കുക. അതുകൊണ്ട് അപ്ലൈന്റെ ബിസിനസ് അല്ല ഇത്, ഞാൻ സ്വയം ഡെവലപ്മെന്റ് ചെയ്തെടുക്കേണ്ട ബിസിനസ് ആണ് എന്ന തിരിച്ചറിവോട് കൂടി ഈ ഒരു ബിസിനസ് മേഖലയെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ വ്യക്തികൾക്കാണ് ഈ ഒരു ബിസിനസ്സിൽ വലിയ മാറ്റം കിടക്കുന്നത്. ഞാൻ ഇന്നൊരു വാഹനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെയുള്ള 5ഓളം വ്യക്തികൾക്ക് വാഹനം വാങ്ങിച്ചു. ഇന്ന് എന്റെ കൂടെയുള്ള ഒരുപാട് ആളുകൾ സ്വന്തം കാറിൽ നടക്കുന്നു. ഇങ്ങനെ നമ്മൾ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ കൂടെയുള്ളവർക്ക്, ഇറങ്ങിത്തിരിക്കാൻ തയ്യാറുള്ളവർക്ക് നേടിക്കൊടുക്കുന്ന ഒരു ബിസിനസ്സാണ്. മറ്റെല്ലാ മേഖലയും വ്യത്യസ്തമായി നമ്മുടെ കൂടെയുള്ളവരെ കൈപിടിച്ച് വളർത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. നമ്മൾ ഇന്ന് പല ആളുകളും, നിങ്ങളിന്ന് ചിന്തിച്ചു നോക്കാം, പല ആളുകളും ഇന്ന് 6,000-നും 7,000-നും വേണ്ടി പല സ്ഥലത്തും ജോലിക്ക് നിൽക്കുക. രാവിലെ 9 മണിക്കാണ് അവർ ടെക്സ്റ്റൈൽസിൽ എത്തേണ്ടതെങ്കിൽ അവർ രാവിലെ 5 മണിക്ക് എണീച്ചുകൊണ്ട് തന്നെ അവിടെ കൊണ്ടുപോകാനുള്ള ഭക്ഷണം, വീട്ടിലേക്കുള്ള ഭക്ഷണം എല്ലാം റെഡിയാക്കി 5 മണി മുതൽ അവർ വൈകുന്നേരം 8 മണി വരെയും 7 മണി വരെയും 6,000-നോ 7,000-നോ വേണ്ടി ജോലി ചെയ്യുന്നു. 9 മണിക്കാണ് അവർ ടെക്സ്റ്റൈൽസിൽ എത്തേണ്ടതെങ്കിൽ അവർ രാവിലെ 5 മണിക്ക് എണീച്ചുകൊണ്ട് തന്നെ അവിടെ കൊണ്ടുപോകാനുള്ള ഭക്ഷണം, വീട്ടിലേക്കുള്ള ഭക്ഷണം എല്ലാം റെഡിയാക്കി 5 മണി മുതൽ അവർ വൈകുന്നേരം 8 മണി വരെയും 7 മണി വരെയും 6,000-നോ 7,000-നോ വേണ്ടി ജോലി ചെയ്യുന്നു. അവരിൽ നല്ലൊരു ഉള്ളിൽ വലിയ തരത്തിൽ ചിന്തകളുണ്ട്, അവരുടെ ഉള്ളിൽ വലിയ തരത്തിൽ ആഗ്രഹങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് നമ്മൾ ഈ ഒരു കമ്പനിയുടെ ആശയത്തെ എത്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ എതിർത്തേക്കാം, പക്ഷെ അവരെ ഫോളോ അപ്പ് ചെയ്യുക. ഞാൻ എൻ്റെ ടീമിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവന്നത്, അദ്ദേഹം വെളിയങ്കോട് ഭാഗത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ 2 കൈയിൽ വലിയൊരു ബാണ്ടക്കെട്ട് പോലെ കീസക്കെട്ടാണ്. അദ്ദേഹം ആ മണൽത്തരിയിലൂടെ ആ ചൂടത്തും നടന്നുകൊണ്ട് വയർത്തൊലിച്ച് സാധനങ്ങൾ വിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയോട് ഞാൻ ഈ ഒരു ബിസിനസ് ആശയം പറഞ്ഞപ്പോൾ അദ്ദേഹം ഉൾക്കൊണ്ടില്ല. മാസങ്ങളോളം ഞാൻ അദ്ദേഹത്തിന്റെ പുറകിൽ നടന്നു. രാത്രി 12 മണിക്ക് ഞാൻ കടപ്പുറത്ത് ഒറ്റയ്ക്ക് ഇരുന്ന്, എന്റെ കൂടെയുള്ള വ്യക്തിയും കൂടെ ഇരുന്നു. എന്തിന്? അദ്ദേഹം വീട്ടിലേക്ക് അതുവഴി പോകും എന്നുള്ളത് കൊണ്ട്. വിളിച്ചാൽ ഫോൺ എടുക്കില്ല. എനിക്കറിയാം ആ വ്യക്തിയെ ഈ ഒരു മേഖലയ്ക്ക് ഈ ഒരു മേഖലയുടെ ആശയം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇത് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ രാത്രി 12 മണിയായിട്ടും ഞങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് ആ കടപ്പുറത്ത്. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കയ്യിൽ കിട്ടി. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, എന്നെ റിജക്ട് ചെയ്തു. പിന്നീട് വിടാതെ കൂടെ കൂട്ടി, അങ്ങനെ ഫോളോ അപ്പ് ചെയ്തു ഈ ഒരു മേഖലയ്ക്ക് അദ്ദേഹം കടന്നു വന്നു. എന്നിട്ട് ഈ ഒരു മേഖലയെ കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ രാത്രി കടപ്പുറത്ത് നിന്ന് ഇരിക്കുന്നത് കണ്ട് ഞാൻ മുങ്ങി, പക്ഷെ നിങ്ങളൊന്ന് നല്ല രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് അന്നേ ഏറ്റെടുത്തേനെ. ഇനി ഇതിലും കൂടുതൽ നല്ല രീതിയിൽ എങ്ങനെ പറയാണ്? ഈ അവസരം എല്ലാവർക്കും ആവശ്യമുണ്ട്, പക്ഷെ അവർ ഭയത്തോടു കൂടി പിന്തിരിഞ്ഞു പോകണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ബിസിനസ് പ്ലാൻ അവർ ഇതിന്റെ ആശയം മനസ്സിലാക്കുന്നത് വരെ അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം.
ഞാൻ അവരോട് ഒരു വട്ടം പറഞ്ഞു, രണ്ടു വട്ടം പറഞ്ഞു എന്നുള്ളതല്ല. അവർക്ക് ഈ ഒരു ബിസിനസിന്റെ ആശയം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്ന ഒരു മേഖലയായി ഒരു മേഖല വളരാൻ വേണ്ടി പോവുകയാണ്. അത് ഏഷ്യയിൽ തന്നെ ലോകത്ത് തന്നെ നമ്പർ 1 കമ്പനിയിലേക്ക് ഉയർത്തുകയാണ് നമ്മുടെ മാനേജ്മെന്റ് ലക്ഷ്യം. അതിന്റെ കൂടെ ആരൊക്കെ നിലനിന്നു അവർക്കാണ് നാളെ വിജയിക്കാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന, മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ അവർക്ക് കിട്ടുന്ന സാലറി ജീവിക്കാൻ തികയാതെ വരുന്ന സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഈ ആശയം എത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരും കടമയാണ്, നിബന്ധനയാണ്. അപ്പൊ ഇതൊക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു MI പ്ലാനിന്റെ കരിയർ മനസ്സിലാക്കുകയും ഈ ഒരു ആശയത്തെ നമ്മൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള ദൗത്യമാണ്. ഇതത്ര പ്രയാസമുള്ള കാര്യമില്ല. എന്നാൽ പ്രയാസമുണ്ട്. പക്ഷെ എങ്കിൽ ആ പ്രയാസം നമ്മൾ മറ്റൊരു തലത്ത് ജോലി ചെയ്യുന്നതിന് ഇത്ര പ്രയാസമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവി നിർണയിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതല്ലാണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളത് ലേശം പ്രയാസമുള്ള കാര്യം. തെരുവുകളിൽ എത്ര മക്കൾ ജീവിക്കുന്നില്ല, അവരും ജീവിക്കാം. പക്ഷെ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഇവിടെ കുറച്ച് പ്രയാസമുള്ള കാര്യം. അതിന് കുറച്ച് പ്രയാസപ്പെടാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റം വരുത്തണം. എങ്കിൽ മാത്രമേ ഈ ഒരു മേഖലയിൽ നമുക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. നമ്മുടെ വിജയിച്ച ആളുടെ പരാജയം കാണുന്നില്ല. ലോകത്ത് ഒരു സംരംഭകനും അദ്ദേഹം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പരാജയത്തെ നമ്മൾ ആരും അളക്കുന്നില്ല. അദ്ദേഹം ഉണ്ടാക്കിയ നേട്ടങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ വിജയത്തെ അളക്കുന്നത്. അദ്ദേഹം വിജയത്തിലേക്ക് വേണ്ടി കുതിക്കുന്ന സമയത്ത് പലവട്ടം വീണ് പോയിട്ടുണ്ടാവാം. ആ വീണ് പോയെടുത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഓടാൻ തയ്യാറായ ആളുകളാണ് ഈ മേഖലയിൽ വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് വീണത് എന്നുള്ള കാരണത്തെ പഠിക്കാൻ തയ്യാറായാൽ, ആ കാരണത്തെ പഠിച്ചുകൊണ്ട് അതിനെ നമ്മൾ ആ മേഖലയെ കുറിച്ച് പരാജയപ്പെടാനുള്ള കാരണത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയപ്പെടുമോ എന്ന ഭയം പല ആളുകളുടെയും കയ്യിലുണ്ട്. ഒരു വട്ടം വീണാൽ, അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കെ നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ പോയാൽ, അവർ മറ്റെന്തെങ്കിലും കാരണത്താൽ നമുക്ക് നഷ്ടപ്പെട്ടാൽ ഞാൻ പരാജയപ്പെടുമോ എന്ന ഭയത്തോടു കൂടി നമ്മളും ഇതിൽ നിന്നും പുറകോട്ട് പോകാൻ പാടില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരു തിരിച്ചറിവോട് കൂടി അവർ തിരിച്ചു വരുമെന്ന വിശ്വാസത്തോടു കൂടി അവരെ നമ്മൾ കൂടെ കൂട്ടുവാനും, ഇങ്ങനെ വിജയത്തിലേക്ക് വേണ്ടി കുതിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ ഈ ഒരു മേഖലയെ കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കൂടെയുള്ളവരെ വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ കമ്മിറ്റ്മെന്റോട് കൂടി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് ഈ ബിസിനസ് മേഖലയിൽ വിജയിച്ചു കയറാൻ സാധിക്കും. ആരും തന്നെ പരാജയപ്പെടില്ല. ഈ ഒരു ബിസിനസ് മേഖലയിൽ വന്ന വ്യക്തികൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അവർ ഈ ബിസിനസ് ഇട്ടേച്ചു കൊണ്ടുപോയവർ. ഈ ഒരു ബിസിനസ്സിൽ ആരും നിലനിന്നാലും അവർ ഈ ബിസിനസ്സിൽ ഇന്നല്ലെങ്കിൽ നാളെ വിജയിച്ച് കയറും. പക്ഷെ ആ വിജയത്തിന്റെ ആ ഒരു സമയത്തിന്റെ ദൈർഘ്യം കുറക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യാണ്. ഒരു 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് ഈ ഒരു മേഖലയിൽ നിങ്ങൾ സാധാരണ നല്ല രീതിയിൽ പോയാലും ഒരു 10-15 വർഷമാകുമ്പോഴേക്കും നമുക്ക് ഒരുപക്ഷെ ITC ആവാം. പക്ഷെ ഇതിനെ എങ്ങനെയാണ് 5 വർഷത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ പറ്റുക, അവിടെയാണ് നമ്മൾ നോക്കുന്നത്. സമയത്തിന്റെ ദൈർഘ്യം കുറക്കുക, അതിനാണ് നമ്മൾ പ്രവർത്തനത്തിന്റെ സമയം കൂട്ടിക്കൊടുക്കുക. അപ്പൊ ഇത്തരം ചെറിയ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മേഖലയിൽ ചെയ്യാനുള്ളത്. ഇപ്പൊ എല്ലാ ആളുകളും ശക്തമായി നിന്ന് പ്രവർത്തിക്കുക. എന്തായാലും ഞാൻ എന്റെ സെക്ഷനിൽ നിന്ന് വിടവാങ്ങുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് വന്ന് ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഈ അവസരം എത്തിക്കുകയും അവരുടെ എല്ലാം പ്രാർത്ഥന ഏറ്റുവാങ്ങിക്കുവാൻ നമുക്ക് സാധിച്ചു. അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് എത്ര പേരുകൾ നമ്മളോട് നന്ദി പറയുന്നു, എത്ര പ്രൊഡക്റ്റുകൾ കഴിച്ച് എത്ര പേര് നമ്മളോട് നന്ദി പറയുന്നു. ഒരു ഉമ്മ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഞാൻ നിസ്കാരപ്പായിലിരിക്കുക, നിനക്ക് വേണ്ടി ദുആ ചെയ്തു മോനെ. എന്തേ ഉമ്മ? എനിക്ക് മൈഗ്രെയിന് തലവേദനയുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് തലവേദന വന്നാൽ 3-4 ദിവസം റൂമിൽ അടഞ്ഞു കിടക്കേണ്ട വ്യക്തി എനിക്ക് തലവേദന വരുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇത് നീ തന്നത് ഉപയോഗിക്കുന്നതിന്റെ ഫലമായി
ഇന്ന് ആ ഒരു വിഷയം എനിക്കില്ല. ഞാൻ ചെറിയൊരു തലവേദന മാത്രമേ ഉള്ളൂ. പക്ഷെ നീ തന്നതിന്റെ ഫലമായി ഇന്ന് ഞാൻ എല്ലാ ഭക്തും നമസ്കരിച്ചുകൊണ്ട് മഗ്‌രിബ് നിസ്കരിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ദുആ ചെയ്തു എന്ന് പറയുമ്പോ ഇതിനേക്കാൾ വലിയൊരു ബിസിനസ് മേഖല ഓപ്പർച്യൂണിറ്റി, ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹം മറ്റെന്തെങ്കിലും ഉണ്ടോ? നമ്മളൊരു പ്രൊഡക്റ്റ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ പ്രാർത്ഥിക്കണം, അത് പടച്ചവനെ ഇതിൽ കൊടുത്തതിന്റെ ഫലമായി അവർക്ക് റിസൾട്ട് കിട്ടണേ. ഇതിൽ നിന്ന് 50 രൂപ ലാഭം കിട്ടുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയോട് കൂടി കൊടുക്കണം, എങ്കിൽ മാത്രമേ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടൂ. സർവശക്തൻ എല്ലാം അനുഗ്രഹിക്കട്ടെ. എന്തായാലും എന്നെ ഈ ഒരു മീറ്റിംഗിലേക്ക് ക്ഷണിച്ച അലി സാറിനും ഇന്ന് നല്ല രീതിയിൽ എനിക്ക് കൈകാര്യം ചെയ്തുകൊണ്ട് എന്നെ ക്ഷണിച്ച മിഥുൻ സാറിനും ഈ ഒരു അവസരത്തിൽ നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് വലിയ തരത്തിൽ വിജയങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കാൻ സർവശക്തി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.